അപ്പോൾ ഇതേ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഒരു ചായക്കടയിലേക്ക് പോയി. നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ള അവിടെ ഭിത്തിയെ കണ്ട ഒരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ചേട്ടൻ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പഴയ പെട്ടിയിലുള്ള കണ്ണാടി ചില്ലിലുള്ള ഈ പലഹാരങ്ങൾ കാണുമ്പോഴൊക്കെ ഒരു നൊസ്റ്റു വരും അല്ലേ. അതിനകത്ത് ഇങ്ങനെ ചൂട് പരിപ്പ് വട, ഉഴുന്നുവട, ഉള്ളിവട, പഴംപൊരിയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. അവിടെ നിന്നൊരു പഴംപൊരിയും ചായയും ഒക്കെ കഴിച്ച് നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ട് ആർത്തിങ്കൽ പള്ളിയുടെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയുള്ള കടൽ തീരത്തോട്ട് വന്നു കേട്ടോ. ഒത്തിരി ആളുകളൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. നമ്മൾ ജസ്റ്റ് ദൂരം അറിയില്ലാഞ്ഞുകൊണ്ട് ഓട്ടോ വിളിച്ച് വന്നതാണ്. അവിടെ വന്നപ്പോഴത്തേക്കും തന്നെ ഭയങ്കര ദാഹമായിരുന്നു. വൈകുന്നേരം ഒരു 4 മണി സമയമായിരുന്നു. അതുകൊണ്ട് അവിടെ വന്നിട്ടൊരു ജീരക സോഡ കഴിച്ചു. ഒരു ഇച്ചിരി ദൂരമുള്ളൂ കേട്ടോ ബീച്ചിലേക്ക് നടക്കാൻ. എങ്കിലും അതൊക്കെ നടന്ന് ഇവിടെത്തി. എൻ്റെ ഫോണിൽ ചാർജ് കുറവായിട്ട് ഞാൻ അധികം വീഡിയോ എടുത്തിട്ട് ഇത് പൈൻമറ ഫോറസ്റ്റാണ്. ഞാനിതുവരെ ഈ സംഭവത്തിൽ നിന്ന്, കാരണം നമ്മൾ കോട്ടയം ജില്ല ആയതുകൊണ്ട് നമുക്ക് ഈ കടലുമായിട്ട് ബന്ധം കുറവാണ്. പൈൻമറ ഫോറസ്റ്റിലൊന്ന് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചേട്ടന്മാരോട് ഇന്ന് വെള്ളം അടിച്ച കാരണം നമ്മളങ്ങോട്ട് പോയില്ല കേട്ടോ. അപ്പം ബീച്ചിൽ കുറച്ച് നേരം കാലൊക്കെ നനച്ച് ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ഇവിടുത്തെ കാക്കകൾ ടെററാണ്, ഒന്നും പറയണ്ട. വീഡിയോ എടുത്തിട്ട് ഞാൻ ഒന്ന് കഴിച്ചതേ ഉള്ളൂ, ഒന്നും ഓർമ്മയില്ല. കാക്ക വന്ന് സംഭവം കൊണ്ടുപോയി. ആത്തിങ്ങപ്പള്ളിയുടെ സ്കൂൾ ഇവിടെ തന്നെ തൊട്ടടുത്താണ് കേട്ടോ. അവരുടെ പിള്ളേരുടെ ഒരു പുകയില വിരുദ്ധ റാലിയൊക്കെ ഉണ്ടായിരുന്നു. ആ സംഭവമൊക്കെ കണ്ടു. അവിടെ ഒരു കുരിശ് വെച്ചിട്ടുണ്ട് കേട്ടോ, കുരിശടിയാണ്. എനിക്ക് തോന്നുന്നു ഈ കുരിശിനപ്പുറത്തേക്ക് വെള്ളമൊന്നും വരത്തില്ലാന്ന് തോന്നുന്നു. അപ്പം പിന്നെ ഇവിടുത്തെ നല്ലവരായ കാക്കകൾ കാരണം അടുത്ത ഐസ്ക്രീം ഒരെണ്ണോടെ വാങ്ങിച്ചു കഴിച്ചു. പതുക്കെ വീട്ടിലേക്ക് പോയി. അടുത്തൊരു വീഡിയോ ഉണ്ട്, പിന്നെ കാണാം, ബൈ.